രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷ സമുദായത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ ചേരുന്നുണ്ട്. ആർക്കെ ഇത് ഒരു പൊളിറ്റിക്കൽ ട്രാപ്പാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. ആദ്യ ദിവസത്തെ അമ്പരപ്പിന് ശേഷം അവർ ഏത് രീതിയിൽ അതിനെ തന്ത്രപരമായി മറികടക്കാം എന്നൊരു തീർപ്പിലേക്ക് എത്തുകയാണോ ഈ മണിക്കൂറുകളിൽ? ആർക്കെ ഹാഷ്മി, ഈ വിഷയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം എന്ന ലക്ഷ്യത്തിന്റെ ഒരു വിലയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്ന രീതിയിൽ പോലും വിഭജിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് അടക്കം നേരിട്ടേ കോൺഗ്രസിന് മതിയാകൂ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ തീരുമാനം ഈ വിഷയത്തിൽ പ്രഖ്യാപിക്കാൻ വയ്യ. അതുകൊണ്ട് തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഈ വിഷയത്തിൽ അഭിപ്രായമില്ല. മുതിർന്ന നേതാക്കളെ വിളിച്ചത് അവർക്ക് പോകാനായി സാധിക്കില്ല, അതുകൊണ്ട് അക്കാര്യം അറിയിക്കും. മറിച്ച് പ്രവർത്തകരോ മറ്റാർക്കെങ്കിലോ ആ ക്ഷേത്ര സന്ദർശനം നടത്തണമെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിലേതെങ്കിലും അഭിപ്രായം പോകണമെന്നോ പോകണ്ടെന്നോ പറയാനില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത നയം. ഇത് ഈ നയം മുൻനിർത്തിക്കൊണ്ട് നിലവിലുള്ള സാഹചര്യത്തെ നേരിടാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇതിനകം തന്നെ പാർട്ടിയുടെ നേതൃത്വവും ഒപ്പം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എല്ലാം ഈ അവിടെ ഉയരുന്ന ക്ഷേത്രത്തിന്റെ അവകാശവാദം അതിന്റെ ഒരു ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് എത്തുന്നു. എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം ഉയർന്നത് തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ രംഗത്ത് എത്തുന്നത്. ഈ വിവാദം രണ്ട് വിഭാഗങ്ങളായിട്ട് നിന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ബി.ജെ.പി. ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഇതിനെ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കും. ഈ സാഹചര്യത്തിലാണ് നിലപാട് പറയാതെ നയം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകൾ കൂടുതൽ ദൂരം പോകേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ താല്പര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ശ്രമം. ഈ പറയുന്ന നിലപാട് കോൺഗ്രസ് പരസ്യമായി പറയുമോ അതോ അതൊരു പരോക്ഷ സന്ദേശമായി നേതാക്കൾക്ക് നൽകുകയുള്ളൂ? പരസ്യമായി അവരുടെ അയോധ്യ വിഷയത്തിൽ ഒരു നിലപാട് ഇന്നതാണ് എന്നൊരു പ്രഖ്യാപനമായിട്ടുണ്ടാകുമോ? അയോധ്യ വിഷയത്തിൽ പരസ്യമായിട്ടൊരു നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാകത്തില്ല. കാരണം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ഇത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പാർട്ടിക്ക് ക്ഷണമില്ല, മറിച്ച് പാർട്ടിയുടെ മുതിർന്ന 3 നേതാക്കൾക്കാണ് ക്ഷണം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പാർട്ടി ഒരു നിലപാട് പറയേണ്ട കാര്യമില്ല. അഥവാ ഇതടക്കമുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ അവ്യക്തതകളുണ്ടെങ്കിൽ അത് ഉചിതമായിട്ടുള്ള സമയത്ത് നീക്കും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിലൊന്നും അവ്യക്തത ഉണ്ടെന്ന വാദത്തെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവ്യക്തത നീക്കുന്ന പ്രസ്താവന നമുക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനും സാധിക്കുന്നില്ല. മറ്റ് സംസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിലക്ക് ഉണ്ട്, അഥവാ അവിടേക്ക് പോകുന്നത് വേണ്ട എന്ന കാര്യത്തിൽ ഒരു എതിരഭിപ്രായം തങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അടക്കമുള്ളതിന്റെ ക്രെഡിറ്റ് അത് തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവിടെ ഒരു കല്യാണമല്ല നടക്കുന്നത്, അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ അവിടേക്ക് തങ്ങൾക്ക് പോകാവൂ എന്നൊന്നും ഇല്ല, തങ്ങൾക്ക് അവിടെ പോകാവുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇതടക്കമുള്ള ഒരു താല്പര്യം ഈ ഭാഗങ്ങളിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും താല്പര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നു. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ നിലപാട് എത്ര ദൂരം കൊണ്ടുപോകാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന ചോദ്യം നിലനിൽക്കുന്നു. കാരണം മറ്റ് ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ പലരും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവർ അവരുടെ നിലപാട് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ശിവസേനയൊക്കെ നിലപാട് പറഞ്ഞെങ്കിലും ആ നിലപാട് ശിവസേനയെ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാത്ത അവരെന്തിന് നിലപാട് പറയുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന 3 നേതാക്കളെ അവർ ക്ഷണിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഇതിനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇത് ആരാധനയുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിലേക്ക് വിശ്വാസികൾക്ക് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. മാത്രമല്ല അതിനെ ഒരു പൊളിറ്റിക്കൽ പ്ലോട്ടാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണ്. അതിലാണ് വിയോജിപ്പ്. അതിൽ പോയി കൊടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നു. അത് പരസ്യമായി അവർ പറയുമോ? ഈ പറഞ്ഞ നിതീഷ് കുമാറിൻ്റെ, ലാലു പ്രസാദിൻ്റെ, മമതയുടെ, CPM-ൻ്റെ ഒക്കെ ഇവരൊക്കെ ഇന്ത്യ മുന്നണി കക്ഷികളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന പ്രസ്താവനയോട് ഏത് രീതിയിലാകും പ്രതികരണം എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തിരുന്നതാണ്. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആകും രാജ്യത്ത്, ഒരു തർക്കവുമില്ല.